തലേ ദിവസത്തെ മീൻകറി ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറി എടുക്കാതെ മീൻകറിയാണ് എടുത്തത്. ഈ രണ്ടാമതിരിക്കുന്ന അപ്പം ഞാൻ ഉണ്ടാക്കിയതിനുള്ള തെളിവാണ് കേട്ടോ. കരിഞ്ഞത് പോയത് കൊണ്ട് ആരെയും അറിയിക്കാതെ അടിയിലെടുത്ത് വെച്ചിട്ട് ഞാൻ തന്നെ കഴിക്കുകയാണ്. ഈ കലാപരിപാടി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടായേ. പിന്നെ 11 മണിയൊക്കെ ആയപ്പോഴത്തേനും മാതള നാരങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ തണുപ്പിച്ച് കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ചോറും പുളിശ്ശേരിയും ചമ്മന്തിയും തോരനും ഒക്കെ ആയിട്ട് ഊണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങി എണീറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ബോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിൽ ബോളി കൂട്ടല്ല കേട്ടോ ഇവിടുത്തെ ബോളിക്ക് കുറച്ച് തിക്നെസ് ആയിട്ടൊക്കെ തോന്നിക്കും. പക്ഷേ കഴിക്കുമ്പം അത്ര തിക്നെസ് അല്ല, കുറച്ച് സോഫ്റ്റ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ ബോളി എന്ന് പറയുമ്പം കുറച്ചും കൂടെ ഇങ്ങനെ നൈസായിട്ടിരിക്കുമല്ലോ. അതിങ്ങനെ പായസത്തിലോട്ട് അങ്ങോട്ട് ഇടുമ്പോഴത്തേന് കുതിർന്ന് കിട്ടുമല്ലോ. പക്ഷേ ഇത് അങ്ങനെ അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ പോയപ്പോൾ ആണെങ്കിൽ മേഴ്സിലസിൻ്റെ ഐസ്ക്രീം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സാധാരണ അരുണിൽ ലാസയും മാത്രമേ കിട്ടാറുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഫ്രൂട്ട് ബാറാണ്. ഇതിനകത്ത് സ്ലൈസി ഗുവാവയായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സ് ആയിട്ട് ഉടനെ തന്നെ കാണാവേ.